ഹാപ്പി ഓണം. എല്ലാവരും പേരും ഫോൺ നമ്പർ എഴുതിയിടുവാൻ അഭ്യർത്ഥിക്കുന്നു. പങ്കെടുക്കുന്നവർക്ക് ഇന്ന് തിരഞ്ഞെടുത്ത ഒരാൾക്ക് സമ്മാനമുണ്ട്. വ്യാപാരി വ്യവസായി സിന്ദാബാദ്. ഏകോപന സമിതി സിന്ദാബാദ്. വ്യാപാരി വ്യവസായി സിന്ദാബാദ്. ഏകോപന സമിതി സിന്ദാബാദ്. വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യവസായി ഐക്യം സിന്ദാബാദ്. വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യവസായി ഐക്യം സിന്ദാബാദ്. പ്രിയമുള്ള പൊന്നുരുന്തി നിവാസികളെ, ഇത്തവണത്തെ ഓണം സമ്മാനങ്ങൾ നേടി നമുക്ക് പൊടിക്കാം. കേരള പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി നമുക്ക് ആരംഭിക്കാം. ശ്രീ പത്മനാഭ് സാറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഡിവിഷൻ കൗൺസിലർ അങ്ങനെയുള്ള വിശേഷാദികളെ നമുക്ക് വേദിയിലോട്ട് ക്ഷണിക്കാം. ശ്രീ ശ്യാമളൻ പെരിഞ്ചിറ പ്ലീസ്. നല്ല കൈയ്യടി കൊടുക്കുക കേട്ടോ, നല്ല കൈയ്യടി. അതുപോലെ പാലക്കാട് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ഗിരിരാജൻ പ്രസിഡന്റാണ്. ഇനി നമുക്ക് എത്തിച്ചേർന്നത് ശ്രീ പത്മദാസ്, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ആണ്. ഇവിടെ വന്നിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാണികൾക്കും സമ്മാനമുണ്ട്. അതുകൊണ്ട് അവരുടെ പേരും നമ്പറും കൂടി ഈ ബോക്സിൽ എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുന്നു. കാര്യപരിപാടികളുടെ ആദ്യഘട്ടമായ സ്വാഗത പ്രസംഗത്തിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ശ്രീ അരുൺകുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പരിപാടി ഞങ്ങളുടെ 2025 ഓണം വ്യാപാരോത്സവം എന്ന ഈ പരിപാടി ഞങ്ങളുടെ ആദ്യത്തെ നറുക്കെടുപ്പ് പൊന്നുരുന്തി കോൺവെന്റിലായിരുന്നു. ഇത് രണ്ടാമത്തെ നറുക്കെടുപ്പാണ്. ഇന്ന് ഇവിടെ കൂടിയ കമ്മിറ്റിക്കാരും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിൽ പരിപാടി മുന്നോട്ട് പോകുന്നു. ആദ്യമായി ഞങ്ങളുടെ പൊന്നുരുന്തി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സുധീർ മേനോൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ആക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾക്ക് ഓടി നടന്ന എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയാക്കി കൊണ്ടുവന്ന അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും. കൂടാതെ പത്മനാഭ് സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വരുന്നു, കൃത്യസമയമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിലേക്ക് കടന്നിരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത നമ്മുടെ വന്നിരിക്കുന്ന രൂപേഷ് എത്തിയിട്ടില്ല. നമ്മുടെ പാലാരിവട്ടം SHO LP എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ ശ്യാമളൻ ചേട്ടൻ, എല്ലാവർക്കും അറിയാം, ശ്യാമളൻ ചേട്ടനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായി സുമേഷ് സാറിനെ എല്ലാവർക്കും അറിയാം, മണ്ണാരക്കര അസോസിയേഷൻ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. CSRA അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ഗിരിജകുമാർ സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ എല്ലാ എന്റെ കമ്മിറ്റി അംഗങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെയും എല്ലാ വ്യാപാരികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ അടുത്ത കാര്യങ്ങൾക്ക് പ്രസിഡന്റ് മൈക്ക് കൈമാറുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സെക്രട്ടറി ഈ യോഗത്തിലേക്ക് ചെയ്തു കൊടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വ്യാപാരികൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കച്ചവടം കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്രോക്കലേഷനായിട്ട് നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾക്ക്, നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന നമ്മുടെ ദൈവങ്ങളെ പോലെ കാണുന്ന കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കാൻ പറ്റുന്നുള്ള ചിന്തയുടെ പുറത്ത് മാത്രമാണ് ഓണം വ്യാപാരോത്സവം 2022 എന്ന് പറയുന്ന പദ്ധതി പൊന്നുരുന്നി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് രൂപീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്
നറുക്കെടുപ്പ്. ഈ 11 ദിവസം എന്ന് പറയുന്ന എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ പൊന്നിടുന്ന ചളിക്കുവട്ടം ചെട്ടിച്ചിറ ഭാഗങ്ങളിലുള്ള പല സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ നറുക്കെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 5 സമ്മാനങ്ങൾ നമ്മൾ നറുക്കെടുക്കാറുണ്ട്. അതിനിവിടെ 4 പേര് എത്തിച്ചേർന്നുണ്ട്. ഒരാൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലും 1-ാം സമ്മാനം, 2-ാം സമ്മാനം, 3-ാം സമ്മാനം, 4-ാം സമ്മാനം, 5-ാം സമ്മാനം എന്ന ക്രമത്തിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ നറുക്കെടുപ്പ് കാണാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാന്യ പൊതുജനങ്ങൾക്കും ഈ നറുക്കെടുപ്പിന്റെ ഭാഗമാകാനുള്ള ഒരു അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേരും നമ്പറും മൊബൈൽ നമ്പറും കൂടി എഴുതി ഇവിടെ കാണുന്ന പെട്ടിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം എടുക്കുന്നതിൽ അതിൽ ലഭിക്കുന്ന ഭാഗ്യവാനോ ഭാഗ്യവതിക്കോ ഒരു പർച്ചേസ് കൂട്ടം 500 രൂപീസിനും പർച്ചേസ് കൂപ്പൺ കൂടി നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു, സ്വാഗത പ്രസംഗം കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ പൊതുയോഗം, ഈ കൊച്ചു ചെറിയ നറുക്കെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ കോട്ടയം ഡിവിഷൻ കൗൺസിലറായ ശ്രീ പത്മദാസ് അവരെ ക്ഷണിച്ചു കൊടുക്കും. ഈ സമ്മാന ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുക്കുന്ന ഈ സമ്മേളന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ മേഖലയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്യാമളൻ ചന്ദ്ര, പ്രിയപ്പെട്ട MRRIയുടെ പ്രസിഡന്റ് ശ്രീ സുമേഷ്, CSR പ്രസിഡന്റ് ശ്രീ ഗിരികുമാർ സാർ, പ്രിയമുള്ള ജോസ് ചേട്ടൻ അടക്കമുള്ള രാജേഷ് അടക്കമുള്ള വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാട്ടുകാരെ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ മേഖലയുടെ കീഴിൽ വരുന്ന മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും സാധനങ്ങൾ വാങ്ങുന്ന ആളുകളെ ഇത്തരമൊരു സമ്മാന പദ്ധതിയിലേക്ക് പങ്കെടുപ്പിക്കുന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് സൂപ്പർ മാർക്കറ്റുകൾ മാറി. പണ്ട് നമുക്കറിയാം, ഓണക്കാലമായാൽ സാധാരണ നമ്മുടെ പലചരക്ക് കടകളുടെ മുന്നിൽ ആൾക്കൂട്ടമാണ്. മറ്റൊരു ആൾക്കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് മാവേലി സ്റ്റോറും റേഷൻ കടകളുമെല്ലാമാണ്. കാരണം കുറെ കാലങ്ങൾക്ക് മുൻപ് ആ മാവേലി സ്റ്റോറിലും റേഷൻ കടകളിലും സബ്സിഡിയായി കിട്ടുന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഓണ സ്പെഷ്യൽ, റംസാൻ സ്പെഷ്യൽ, വിഷു സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന പാമ്പോയിലും പഞ്ചസാരയും അധികമായി ലഭിക്കുന്നത് വാങ്ങിക്കുവാൻ ഉള്ള ക്യൂ, വർഷത്തിലൊരിക്കൽ വരുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം ആഘോഷിക്കുവാൻ കാരണം വിറ്റും ഓണം എന്ന അർത്ഥവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രദേശത്തെ പലചരക്ക് കടകളിലും വലിയ ക്യൂ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുകയായിരുന്നു. കാലം മാറി, തിരക്ക് പിടിച്ച ജീവിതം എന്ന് പറയുമ്പോഴും പലചരക്കുകൾ മാറി നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ വന്നിട്ട് ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക്, ഷോപ്പിംഗ് മോളുകളിലേക്ക് നമ്മുടെ മലയാളികൾ അവരുടെ ഓണവും മറ്റു ആഘോഷങ്ങളുമെല്ലാം പർച്ചേസ് ചെയ്യുവാൻ ഷോപ്പിംഗ് മാളുകളെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഏതൊരു സമയത്തും എന്തും സാധനവും വാങ്ങിക്കുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ നിലനിൽക്കുന്ന ഇത്തരം കൊച്ചു സ്ഥാപനങ്ങളുടെ പ്രതിനിധികളാണ് നമ്മുടെ ഈ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ ഈ മേഖലയിൽ പെടുന്ന അംഗങ്ങൾ. അവർ പരമ്പരാഗതമായും പാരമ്പര്യമായും കാലങ്ങളായി നമ്മുടെ പ്രദേശത്ത് അത്തരം കച്ചവടങ്ങൾ നടത്തി വരുന്ന കുടുംബ പേരുകൾ അറിയുന്ന ആളുകളും അല്ലാതെയുമുള്ള വ്യക്തികളും എല്ലാം നമുക്ക് സുപരിചിതമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ നമുക്കറിയാം. കാരണം പണ്ടത്തെ കാര്യം നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു,
ഓണം വന്നാൽ അപ്പോൾ ഒരുപക്ഷെ ആ ബില്ലിലുള്ള മുഴുവൻ തുകയും കൊടുക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം മലയാളിക്കുണ്ടായിരുന്നു. അപ്പൊ ആ ബില്ല് ചിലപ്പോൾ അടുത്ത ഓണത്തിനായിരിക്കും ചിലപ്പോൾ ആ ബില്ല് മുഴുവനായിട്ട് കൊടുത്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കാലഘട്ടം മാറി ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങളെത്തി. എന്തായാലും നമ്മുടെ പ്രദേശത്തെ ആ ഓണത്തിന്റെ ഓർമ്മകൾ നമ്മൾ അയവിറക്കുമ്പോൾ ഈ മാറിയ ലോകക്രമത്തിലും ഷോപ്പിംഗ് മാളുകൾക്കപ്പുറം നമ്മുടെ പ്രാദേശികമായ ഇത്തരം വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് വളരെ അനുഗ്രഹീതമാണ് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇത്തരം ഓരോ പദ്ധതിയുമായി കടന്നു വരുമ്പോൾ അത് ജനങ്ങളെ കൂടുതൽ ആകർഷണീയത ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികളുമായി കടന്നു വരുന്നത്. അത് മിതമായ വിലയിലും നല്ല ക്വാളിറ്റിയുമുള്ള കുറച്ച് സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ ആ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണയും ഇനിയും നമ്മോടൊപ്പമുള്ള എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നമ്മളും ഒന്ന് ഒത്തൊരുമിച്ച് നിൽക്കുവാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ നിൽക്കുന്ന ഈ പരിപാടിയിൽ പങ്കാളികളാകുന്ന ആളുകൾക്കും എല്ലാവർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണമായ സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു. അടുത്തായി ഇവിടെ ഉള്ളവർക്കെല്ലാം വളരെ ചിരപരിചിതനായ നാഷണൽ റെക്കോർഡ് മാത്രമല്ല വേൾഡ് റെക്കോർഡും കാലിയോഗ്രാഫി എന്ന് പറയുന്ന ദൈവത്തിന്റെ അനുഗ്രഹം സിദ്ധിച്ച ഒരു കഴിവ് നേടിയ ശ്രീ നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളു. നല്ലൊരു കൈയ്യടി അദ്ദേഹത്തെ കൊടുക്കും. ബഹുമാനപ്പെട്ട വേദിക്കും സദസ്സിനും നമസ്കാരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊന്നിയൂരി സംഘടിപ്പിക്കും ഈ ഓണം വാർഷികാഘോഷം 2025 എന്തുകൊണ്ട് പ്രശംസാപകമാണ്. നാടിലെ സമകാലിക പരിസ്ഥിതി ഇതുപോലുള്ള പരിപാടികൾ ഇന്നും സ്വാഗതാർഹമാണ്. പ്രശംസ അർഹിക്കുന്നു. അതിനായി പ്രവർത്തിച്ച സമിതിയുടെ ഭാരവാഹികൾക്ക് ഞാൻ ആശംസകൾ നേരുന്നു. ഈ പരിപാടി വിജയപ്രദമാകട്ടെ എന്നും ഭാവിയിലും ഇതുപോലെ തന്നെ നടക്കുവാൻ ഞാൻ ഈശ്വരൻ പ്രാർത്ഥിക്കുന്നു. ഇതിലെ ചെറിയ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ മണ്ണാറക്കര റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയുമാണ് നമ്മുടെ ഗ്രാമീണ വായനശാലയുടെ ഭാരവാഹിയുമായ ശ്രീ സുമേഷ് അവരുടെ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കാനും അതുപോലെ തന്നെ അഭിപ്രായം ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഡിവിഷൻ കൗൺസിലർ ശ്രീ പത്മദാസ്, ഗിരിജൻ ചേട്ടൻ, ശ്യാമളൻ ചേട്ടൻ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വ്യാപാരി വ്യവസായി പ്രവർത്തകർ, ഞാനിന്നിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള കൂട്ടായ്മകൾ എന്നും മുന്നോട്ട് പോകണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമുക്കറിയാം, ഈ പത്മദാസ് പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ സമീപ പ്രദേശത്തുള്ള കടകളിൽ നിന്ന്, വ്യാപാരികളിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങേണ്ടത്. കാരണം നമുക്കൊരാവശ്യം വന്നാൽ അവർ മാത്രമേ നമ്മളുടെ കൂടെ ഉണ്ടാവൂ. ഈ ഓൺലൈൻ സ്റ്റോറുകളോ മറ്റുള്ള ആളുകളൊന്നും നമ്മളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളുടെ കൂടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളുടെ കടമയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, കഴിഞ്ഞ 3 വർഷമായി ഗ്രാമീണ വായനശാലയുടെ ഒരു പ്രോഗ്രാമോട് ബന്ധപ്പെട്ട്, നമ്മുടെ മിനി മാരത്തോട് ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നത് വ്യാപാരി വ്യവസായിക സ്പോൺസർഷിപ്പിലാണ്. അതിന് എനിക്ക് നന്ദിയുണ്ട്. അതോടൊപ്പം ഇതേപോലുള്ള കൂട്ടായ്മകൾ
ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയായ ഓണാശംസ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ശ്രീ സുമേഷ്. ഇനി അടുത്തതായി നമ്മുടെ CSR പ്രസിഡന്റായ ശ്രീ ഗിരിജുകുമാർ അവരെ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കാനായും ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ വ്യാപാരി വ്യവസായി കുടുംബാംഗങ്ങൾക്കും ആദ്യമായി തന്നെ ഇവരൊരു വ്യാപാരി വ്യവസായി കൊണ്ടിരുത്തി ഒരു ഉത്സവം നടത്തി ഒരു ഓണം തീരെ നമ്മൾ ഞാൻ പ്രത്യേകം പ്രോഗ്രാമിന് പങ്കാളിയാകുന്നതിനും അതിന് പ്രത്യേക സന്തോഷം രേഖപ്പെടുത്തുന്നു. കളിക്കപ്പെട്ടത് നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ കിട്ടുന്ന റേഞ്ചിൽ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ e-commerce അല്ലെങ്കിൽ ഓൺലൈൻ വന്ന ശേഷം അതിലൊരു വന്നിട്ടുണ്ട്. ഇനി തന്നെയും ഞാൻ ഇപ്പോൾ കരുതുന്നത് കളിക്കപ്പെട്ട സ്ഥാനങ്ങൾ മറ്റേപോലെ ഫെയിലാക്കിയിരുന്നു. ഈ സന്ദർഭത്തിൽ സാധാരണമായിട്ട് പറയാനുള്ളത് നിങ്ങളെ നോക്കിയുള്ള പവർ ആൻഡ് ഗെയിം ചേഞ്ചർ എന്ന അവാർഡ് അതുപോലെ കേരള ലീഗൽ അതോറിറ്റി സഖി ദേവിയുടെയും അവാർഡ് മേടിച്ചതിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഒരു എല്ലാവരും കൈകൊടുക്കണം. ഞാൻ ഓടുക എല്ലാവരും സന്തോഷമുള്ള ഒരു ഓണക്കാലം ആസ്വദിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തതായി നമ്മൾ നേരത്തെ സൂചിച്ചിട്ടുണ്ടായിരുന്നു കാലിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അതിൽ അഗ്രഗണ്യനായിരുന്ന ശ്യാമൻ പെരിച്ചിറ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള ആ പേര് എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വിശേഷാതിഥിയായ ഗിരിജകുമാർ സാറാണ്. അദ്ദേഹത്തിന് ഇത് സമ്മാനിക്കാനായി ഞാൻ ശ്യാമൻ സാറിനെ ക്ഷണിച്ചു. അടുത്തത് സുമേഷ് മണ്ണാരക്കര, സൂപ്പർ സെക്രട്ടറി. അടുത്തത് നമ്മുടെ സ്വന്തം ഡിവിഷൻ കൗൺസിലർ പത്മദാസ്. അതുകൂടാതെ ഇവിടെ ചില കമ്മിറ്റി അംഗങ്ങളുടെ കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മഹാബലിയെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ തന്നെ കമ്മിറ്റി അംഗങ്ങളെ ശ്രീ ആന്റണി ജോസഫാണ്. നമ്മുടെ കമ്മിറ്റി സുനിൽ,
നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കും. പേരെഴുതിയതെല്ലാം കാണാം. ക്യാമറ എടുക്കും അറിയാം. താങ്ക് യു വെരി മച്ച്. പോകുമ്പോൾ കൊണ്ടുപോകാം. അടുത്തായി നമ്മുടെ നറുക്കെടുപ്പ് പ്രക്രിയ ആരംഭിക്കാൻ പോവാണ്. നറുക്കെടുപ്പിൽ നമ്മുടെ CI രൂപേഷ് കുമാർ അദ്ദേഹം എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയും അതുപോലെ തന്നെ നമ്മുടെ മുൻ കമ്മിറ്റിയുടെ അംഗവുമായ ശ്രീ അനിരുദ്ധൻ അവർക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. അവിടെ അപ്പൊ നറുക്കെടുപ്പ് വളരെ സുതാര്യമായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നറുക്കെടുപ്പിന്റെ പ്രോസസ് എന്ന് പറയാം. 10,001 മുതൽ 22,600 വരെയുള്ള നമ്പറുകളാണ് ഇന്നത്തെ നറുക്കെടുപ്പിൽ വരുന്നത്. 10,001 മുതൽ 22,600 വരെയുള്ള നമ്പർ. അപ്പോൾ ആദ്യം എടുക്കുന്ന നമ്പർ അപ്പൊ ആദ്യം എടുക്കുന്നത് നമ്പർ 10,001 മുതൽ 22,600 ആയതുകൊണ്ട് അതിൽ ആദ്യത്തെ നമ്പർ എടുക്കുന്ന 1 or 2 ആയിരിക്കും. ഇവിടെ സെക്രട്ടറി കാണിച്ചതും എല്ലാം മാറ്റിയിട്ടുണ്ട്. 1, 2 മാത്രം 1, 2 മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് 1, 2 മാത്രമാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ സീസൺ 1, 2 ആദ്യത്തെ നമ്പർ. ആദ്യം പത്മനാഭ സാറിനാണ് ഈ 1ാം സമ്മാനം നറുക്കെടുപ്പ്. അത് നമ്മൾ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കൊടുക്കുന്ന ട്രോളി സ്പീക്കറാണ്. 6,000 രൂപയുടെ നിലയിലുള്ള ട്രോളി സ്പീക്കറാണ് സമ്മാനം. അതിന്റെ 1ാമത്തെ നമ്പറാണ് എടുക്കുന്നത്. 1 ആണോ 2 ആണോ എന്നുള്ള തീരുമാനമാവും. 1-നാണ്. 1 തരുമോ? അപ്പോൾ ഇനി 1 തീരുമാനമായ സ്ഥിതിക്ക് ഇനിയുള്ള നമ്പർ എടുക്കുന്നത് 0 മുതൽ 9 വരെയുള്ള എല്ലാം വിട്ടെടുക്കും. 0 മുതൽ 9 വരെയുള്ള എല്ലാം. അപ്പോഴേ 2ാം നമ്പർ എടുക്കും. അങ്ങനെ 5 തവണ എടുക്കും. 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറും. ഓക്കെ, വീണ്ടും ഒരു നമ്പർ എടുക്കും. അപ്പൊ 1-ലാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. 0 ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, 10,000 എന്ന് തുടങ്ങുന്ന നമ്പറാണ്. അത് 10,999 വരെ ആകാം. 9 അപ്പൊ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു. 10,900 മുതൽ 10,999 വരെ ഏത് നമ്പറും ആകാം. 7 കുറച്ചുകൂടി വ്യക്തമായിരിക്കണോ. 10,970 മുതൽ 10,979 വരെയുള്ള നമ്പർ ഏതുമാകാം. വ്യക്തമായിരിക്കണോ. 10,974 എന്ന് പറയുന്ന നമ്പറിനാണ് 1ാം സമ്മാനം കിട്ടിയത്. അത് ഏത് നമ്മുടെ കടക്കാരനാണ് ആ സമ്മാന കൂപ്പൺ കസ്റ്റമർക്ക് കൊടുത്തു എന്നുള്ളത് വ്യക്തമാകും. 10,974 10,974 10974 10974 10,974. ഓക്കെ, ആർക്കും കൊടുത്തു എന്നുള്ള അറിയില്ല. ഓക്കെ, ആന്റണി ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ കമ്മിറ്റി ആൾ കൊടുത്തല്ലേ? ഓക്കെ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കടയിൽ വന്നിട്ടുള്ള പുസ്തകങ്ങൾ കൊടുക്കണം. മാത്രമല്ല അദ്ദേഹത്തിന് വേറെ പ്രത്യേകതയുണ്ട്. ഏകദേശം 17 ബുക്കുകൾ സമ്മാന കൂപ്പൺ ഇതിനകം തന്നെ വിജയിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ 1ാം സമ്മാനം 19 അല്ലേ? 18 അപ്പൊ 1ാം സമ്മാനം നൽകിയിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് പത്മനാഭ സാർ. ഇനി നമ്മൾ 2ാം സമ്മാനത്തിലേക്ക് പോകുകയാണ്. 2ാം സമ്മാനം നറുക്കെടുക്കുന്നതിനായി ശ്രീ അനിരുദ്ധൻ അവരെ ക്ഷണിച്ചോളൂ.
രണ്ടാം സമ്മാനം വീണ്ടും ആദ്യം ഇതേ പ്രോസസ് തന്നെയാണ്. 1, 2 മാത്രമാണ് ആദ്യം എടുത്തത്. 1-ലാണോ 2-ലാണോ തുടങ്ങുന്നത് സമയം. ഒന്ന് തന്നെയാണ്, വീണ്ടും ഒന്ന് തന്നെയാണ്. കാര്യങ്ങൾ വളരെ എളുപ്പമുണ്ട്. ഒന്നാണെങ്കിൽ വീണ്ടും എല്ലാം വിട്ടു. 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ വീണ്ടും വിട്ടിട്ടാണ് അടുത്ത നമ്പർ എഴുതാൻ പോകുന്നത്. 3. അപ്പൊ 13,999 വരെയുള്ള 7 നമ്പർ വാങ്ങാം. 13,000 വീണ്ടും 13,000 തന്നെയാണ്. അപ്പോൾ 13,001 മുതൽ 13,900 ഏത് വാങ്ങാം. ആറാണ്. 13,006 61 മുതൽ 60 മുതൽ 69 വരെയാകാം. 0 ആണ്. 13,060 13060 എന്നുള്ളതാണ് നമ്പർ. 13,060. ഇത് നമ്മുടെ വൈദ്യുതിയിലുള്ള സ്ട്രോങ് ഫിറ്റ്നസ് എന്ന സംഭാവനയെ നൽകിയുള്ള ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ സമ്മാനം. CS ഫാഷൻ, ഇവിടെ നമ്മുടെ ചളിക്കോട് റോഡുള്ള CS ഫാഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പുറത്തുള്ള തുണിക്കടയാണ്. ആ തുണിക്കടയിൽ നിന്നും സാധനം മേടിച്ചിട്ടുള്ള ഏതോ ഒരു കസ്റ്റമർക്ക് ലഭിച്ചിട്ടുള്ള സമ്മാനമാണ് ഇന്നത്തെ ഇൻഡക്ഷൻ കുക്കർ. ഇനി മൂന്നാമത്തെ സമ്മാനം എടുക്കുന്നതിനായി ശ്രീ ശ്യാമളൻ പെരിഞ്ചിറ അവരെ ക്ഷണിച്ചു കൊടുത്തു. വീണ്ടും 1-ആണോ 2-ആണോ എന്നുള്ളതാണ്. 1, 2 മാത്രം. വീണ്ടും 1-ആണ്. 1-ൽ ആരംഭിക്കുന്നതാണ്. 1-ൽ ആരംഭിക്കുന്ന തന്നെയാണ്. ഇത് നമ്മുടെ സംഭാവന ചെയ്യുന്ന സ്റ്റീൽ പോർട്ടിനുള്ള സമ്മാനമാണ്. 3-ആണ്. അടുത്ത എഴുതിയ 3-ആണ്. ഇത് 13,000-ലാണ് ഈ നമ്പർ പോകുന്നത്. 13,000-ലാണ്. 13,500 മുതൽ 13,599 വരെ മൂന്നാം സമ്മാനം ഈ പോർട്ടിന് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3. അടുത്ത 3. 13,530 മുതൽ 39 വരെയുള്ള ഏത് നമ്പർ വാങ്ങാം. 13,530 മുതൽ 39 വരെയുള്ള നമ്പർ 2. പിക്ചർ തെരഞ്ഞെടുക്കുന്നു. 13,832 എന്ന് പറയുന്ന നമ്പറാണ് മൂന്നാം സമ്മാനമായ സ്റ്റീൽ ഹോട്ട് പോട്ടിന് അർഹനായിട്ടുള്ളത്. ഓക്കെ, വൈദ്യുതിയിലുള്ള ആട്ടോ ഫുഡ്വെയർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ചെരുപ്പുകളോ ബാഗോ എന്തോ വാങ്ങിയ ഒരു കസ്റ്റമർക്കാണ് അത് ലഭിച്ചിട്ടുള്ളത്. അഭിനന്ദനം. അടുത്ത നറുക്കെടുപ്പിനായി നമ്മുടെ മണ്ണാർക്കാട് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സുമേഷ് അവരെ ക്ഷണിച്ചു. വീണ്ടും 1-ഉം 2-ഉം ആണോ എന്നറിയാനായിട്ട് 1 or 2. രണ്ടാണെങ്കിലാണ് കുറെ ടിസ്റ്റുകളുള്ളത്. 2-ആണെങ്കിൽ അടുത്തത് എടുക്കാനുള്ളത് നമ്പർ ശ്രദ്ധിക്കണം. 0, 1, 2 മാത്രം. കാരണം 22,600 വരെയുള്ള നമ്പറാണ്. അപ്പോൾ 0-ഓ 1-ഓ 2-ഓ മാത്രം. 3 നമ്പർ ഇടുക. 0, 1, 2 മാത്രം ഇടുക. 0, 1, 2 എന്ന നമ്പർ. 2-ആണ്. 2 എഴുതിക്കുക. 0, 1, 2, 3, 4, 5, 6. 22,000 മുതൽ 22,600 വരെയുള്ള ഏത് വാങ്ങാം. 1, 2, 3, 4, 5, 6, 0. 0 ഇടില്ല. അപ്പൊ 22,000 എന്ന് തുടങ്ങിയുള്ള നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. 0 തുടങ്ങി 5 വരെ ഏതാണെങ്കിലും അടുത്ത 2 നമ്പർ 0 തൊട്ട് 9 വരെ ഏതാണ്. 22,000 മുതൽ 22,099 വരെ. എല്ലാം 1.
ഒന്നാണ് കിട്ടിയില്ല. 22,010 മുതൽ 19 വരെ ഏത് നമ്പറാണ്? 22,010 മുതൽ 19 വരെയാണ് എല്ലാം. 2 കിട്ടിയിരുന്നു. അപ്പൊ 22,012 എന്ന് പറയുന്ന നമ്പറാണ്. അത് വൈദ്യുതിയിലെ പൊന്നിരുന്നിലുള്ള കൊച്ചിൻ ബനാനാസ് എന്ന് പറയുന്ന കടയിൽ നിന്നും കൂപ്പണുകൾ മേടിച്ചിട്ടുള്ള ആർക്കൊരാൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ വിശദ വിവരങ്ങൾ വീണ്ടും നറുക്കെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. പൊന്നൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതാണ്. താങ്ക് യു വെരി മച്ച് സുമേഷ് സർ. അടുത്തതായി ഫൈനൽ 5ാമത്തെ നറുക്കെടുപ്പ് നടത്തുന്നതിനായി ശ്രീ ഗിരിജകുമാർ സാർ അവരെ ക്ഷണിച്ചു കൊടുക്കും. ആദ്യം വീണ്ടും 1ആണോ 2ആണോ നമുക്ക് തീരുമാനിക്കാം. 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 1 തന്നെയാണ്, വീണ്ടും 1 തന്നെയാണ്. അങ്ങനെ ഇനി ബാക്കിയുള്ളതെല്ലാം 1 മുതൽ 0 വരെയുള്ളതാണ്. ഇത് ഈ സമ്മാനം നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ വൃത്തി ഷോപ്പ് എന്ന് പറയുന്ന ഈ ഷോപ്പിൽ നിന്നും കൊടുക്കുന്ന നൽകുന്ന ഒരു ക്ലീനിങ് കിറ്റാണ് സമ്മാനം. ക്ലീനിങ് കിറ്റാണ്. 16 16,000 വരുന്ന ഒരു നമ്പറാണ്. 16,000 വരുന്ന ഒരു നമ്പറാണ്. വീണ്ടും 6ആണ്. അപ്പൊ 16,600 മുതൽ 16,699 വരെ വരുന്ന ഏതോ നമ്പറാണ്. 8 ആണ്. 16,680 മുതൽ 89 വരെയുള്ള ഏതോ നമ്പറാണ്. 3 ആണ്. സോ പ്രിയമുള്ളവരെ, 5ാമത്തെ നമ്പർ എന്ന് പറയുന്നത് 16,683. ഈ നമ്പറാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി ഒരു സമ്മാനം മാത്രമേ എടുക്കാറുള്ളൂ. അത് കാണികൾക്ക് വേണ്ടിയുള്ള സമ്മാനമാണ്. അത് എടുക്കുന്നതിനുമായിട്ട് നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്ക് നമ്മുടെ ഗിഫ്റ്റ് വോച്ചർ സമ്മാനമായി നൽകാം. ഞാൻ വിളിക്കാം. ഈ നടക്കുമ്പോഴുള്ളത് വിപിൻ കുമാർ എന്ന് പറയുന്ന ഡിഫൈൻ ഫുഡ്സ് എന്ന് പറയുന്ന കടയിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ള കൂപ്പണാണത്. ഏതോ കസ്റ്റമർക്ക് കൊടുത്തിട്ടുള്ള കൂപ്പണാണ്. ഇനി നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥികളെ നമ്മുടെ വൗച്ചർ കൊടുക്കാം. ആദ്യമായി നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്ററായ ശ്രീ ജോഷി തോമസ് അവരെ ക്ഷണിച്ചു കൊടുത്തു. ശ്രീ പത്മനാഭ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു കൊടുക്കാൻ. അപ്പോൾ വിശിഷ്ട വ്യക്തികളോട് പറയാനുള്ളതാണ് ഇതാണ്. ഈ ഗിഫ്റ്റ് വൗച്ചർ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ഞങ്ങളുടെ അംഗങ്ങളുടെ ഏത് കടയിൽ കൊടുത്താലും നിങ്ങൾക്ക് റിഡീം ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഗിഫ്റ്റ് നൽകുന്നതിനായി സൂരജ് ക്ഷണിച്ചു കൊടുക്കുന്നു. സൂരജ് നമ്മുടെ ശ്യാമത്ര ആ ഗിഫ്റ്റ് വൗച്ചർ നൽകാം. പർച്ചേസ് വൗച്ചറാണ്. അടുത്തതായി നമ്മുടെ കമ്മിറ്റി മെമ്പർ ശ്രീ സുനിൽ അവരെ ക്ഷണിച്ചു കൊടുത്തു. മണ്ണാർക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ സുമേഷ് അവർക്ക് ഗിഫ്റ്റ് കൈമാറുന്നത്. അടുത്തതായി ശ്രീ അനു അവരെ ക്ഷണിച്ചു കൊടുത്തു. അനു നമ്മുടെ CSR പ്രസിഡന്റ് ശ്രീ ഗിരിജകുമാർ അവർക്ക് വൗച്ചർ നൽകുന്നതിനായി അനു. ഇനി നമ്മുടെ തന്നെ സംഘടനയുടെ മുൻ കമ്മിറ്റി മെമ്പറായ ശ്രീ അനിരുദ്ധൻ അവലക്കാണ്. അദ്ദേഹത്തിന് വൗച്ചർ നൽകുന്നതിനായി നമ്മുടെ മഹാബലിയെ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊടുക്കുന്നു. മഹാബലിക്ക് ആ വൗച്ചർ കൈമാറി നമ്മുടെ ശ്രീ അനിരുദ്ധൻ അവർക്ക്. നമ്മുടെ ചീഫ് ഗസ്റ്റും മഹാബലിയും കൂടി ചേർന്ന് അവസാനം ഒരു നറുക്കെടുപ്പ് കൂടിയുണ്ട്. അവര് തന്നതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കാനാണ്. കാണികൾക്ക് ഒരാൾക്കുള്ള അവസരമാണിത്. കാണികൾ നിങ്ങൾ തീരുമാനിക്കുന്ന ആർക്ക് വേണമെങ്കിൽ വരാം. ആ ഗിഫ്റ്റ് ബോക്സിൽ നിന്നും ഒരു നറുക്കെടുക്കാവുന്നതാണ്. ആർക്കായാലും മുമ്പോട്ട് വരാം. ആർക്ക് വേണമെങ്കിൽ നറുക്കെടുക്കാം. ഇവിടെ വരുന്ന നറുക്കെടുക്കുന്ന ആരായാലും അവരുടെ പേര് ഇതേപോലെ കാലിയോഗ്രാഫി ടെക്നോളജിയിൽ ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ശ്യാമള സാർ എഴുതിരുന്നതും കൂടിയാണ്. ഓക്കെ, മോന്റെ പേര് പറഞ്ഞ ആദ്യം
അശ്വിനാണ് നമുക്ക് കൂപ്പൺ എടുക്കാനായി വന്നിട്ടുള്ളത്. സ്മിത അനിൽ ലിബ. സ്മിത അനിലാണ്. സ്മിത അനിൽ ഇവിടെ ഉണ്ടോ? സ്മിത അനിൽ ആണ് മാർക്ക് കിട്ടിയിട്ടുള്ളത്. സ്മിത അനിൽ വരുന്നുണ്ട്. ഓക്കെ. നമ്മുടെ വൗച്ചർ നൽകാനായി മഹാബലിയുടെ ശ്രീ പത്മനാഭ സാധനയും ക്ഷണിച്ചോളൂ. നല്ലൊരു കൈ കൊടുക്കാം. അശ്വിന്റെ പേരാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അശ്വിന്റെ പേര് നൽകുന്നതോടുകൂടി ഈ ഈ യോഗത്തിന് നന്ദി പറയുന്നതിനായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൊന്നാനി യൂണിയന്റെ സെക്രട്ടറി ശ്രീ അരുൺകുമാർ അവരെ ക്ഷണിച്ചു. നമ്മളുടെ പരിപാടി വളരെ നല്ല രീതിയിൽ ഓരോ ദിവസം ചെല്ലുന്നതോറും കാണികൾക്കും എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ ആയി വരുന്നുണ്ട്. അത് ഒരുക്കിയ ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഇത് വന്നത്. നമ്മളുടെ ഇവിടെ നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ വിശിഷ്ടാതിഥിയായി പത്മനാഭെത്തി അദ്ദേഹത്തോട് ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ കൊട്ടാരക്കര റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സുമേഷ് സാറിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ശ്യാമൻ സാർ എഴുതുന്നുണ്ട്, കോറിയോഗ്രാഫി എഴുതുന്നുണ്ട്, അദ്ദേഹത്തിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അക്ഷയ്ക്ക് അദ്ദേഹം പേരെഴുതി കൈമാറുകയാണ്. വലിയ കൈയടി. വെരി ഗുഡ്. CSI പ്രസിഡന്റാണ് അടുത്തത്. അത് ഗിരിജകുമാർ സാറിനെയും ഈ യോഗത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഞങ്ങളുടെ കമ്മിറ്റി അംഗം അനിരുദ്ധം നന്ദി അറിയിക്കുന്നു. നമ്മുടെ മാവേലി അതുപോലെ എല്ലാവർക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.